അയാൾക്കെതിരെ സിനിമയിലുള്ള ആരും തന്നെ അയാൾക്കെതിരെ സംസാരിക്കുന്നില്ല. സിനിമയിൽ നിന്ന് ഞാൻ മാത്രമാണ് അയാൾക്കെതിരെ സംസാരിക്കുന്നത്. അപ്പോൾ മറ്റാരെയും സാധാരണക്കാരാണ് അവളോടൊപ്പം നിൽക്കുന്ന മുഴുവനും. അപ്പോൾ സാധാരണക്കാരെയൊന്നും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ ഞാൻ ഈ ഭീഷണിക്കൊന്നും വഴങ്ങില്ല. അങ്ങനെ വരട്ടെ. കുറച്ച് മുന്നേ ഞാൻ ഭാഗ്യലക്ഷ്മിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തെ ആരോ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ പുറകെ തന്നെ നമ്മുടെ അതിജീവിതയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആദ്യം ഭാഗ്യലക്ഷ്മിയുടെ വീഡിയോ ഒന്ന് കാണാം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി അയാൾ തന്നെയാണത്. നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയുവോടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ പറയും. അപ്പം നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും? നീ ഒഴുക്കി. ഇതൊരു വേറൊരു വിധത്തിലുള്ള ഒരു കൊട്ടേഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളോട് ആ സിനിമ കാണരുതെന്ന് പറയാൻ എനിക്കെന്ത് അവകാശം? അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാ. എന്തുകൊണ്ടാണ് എനിക്ക് ഇനി ഡബ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്? ഫോൺ കോളിൽ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യലക്ഷ്മി ആരോ ഫോണിൽ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി. അപ്പോൾ പുള്ളിക്കാരത്തെ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയായിരിക്കും ഉത്തരവാദി, എൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കും എന്നൊക്കെയുള്ള രീതിയിൽ. എനിക്ക് ഇവിടെ ഒരു കാര്യമേ പറയാനുള്ളൂ. ഈ നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന വെച്ചിട്ട് അതൊരിക്കലും ദിലീപിൻ്റെ പെടലിലോട്ട് കൊണ്ടുവന്ന് ഇടരുത്. കാര്യം ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഇത്ര പൊട്ടനല്ല. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി നടക്കുന്ന സമയത്ത് ദിലീപിന് ആർക്കെങ്കിലും നമ്പർ കൊടുത്തിട്ട് വിളിപ്പിക്കേണ്ട ആവശ്യമില്ല. സോ ദൈവത്തോർത്ത് ഇനി അങ്ങനെ വളച്ചുകൊണ്ട് വരല്ലേ. ൂടെയാണ് വന്നത്. 12/7 എനിക്ക് ഈ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നത്. അയാൾ വിളിച്ച ഉടനെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കോൾ വരുമെന്ന്. അത് കാരണം ഞാൻ പെട്ടെന്ന് കോൾ വന്നപ്പോൾ എടുത്ത ഉടനെ ഇങ്ങനെ പല്ല് കടിച്ച് പിടിച്ച് ഇങ്ങനെ വളരെ കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ മിണ്ടാതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് നീ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയുവോടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ പറയും, ഇനിയും പറയും. അപ്പം നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും? നീ ഒഴുക്കി എന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങ് കട്ട് ചെയ്തു, കോളങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഒരു കഷ്ടിച്ച് കുറച്ച് സമയമേ സംസാരിച്ചുള്ളൂ. അധികം സംസാരിക്കാനുള്ളൊരു സ്പേസ് 19 സെക്കൻഡേ കോള് പോയുള്ളൂ. പിന്നെ ഞാൻ 19 സെക്കൻഡിനകത്താണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കൊള്ളാം. എന്തായാലും ഇങ്ങനെ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പോലീസിൽ കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുക. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഒരു വിഷയത്തിൽ ഇനി ദിലീപിൻ്റെ മണ്ടയിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ദിലീപ് ഇത്ര പൊട്ടനാണോടെ? ഇത്രയും വലിയൊരു വിഷയങ്ങളും കോൺട്രവേഴ്സിയൊക്കെ നടക്കുമ്പോൾ അങ്ങനെ ഇത് ചെയ്യുമോ? ഒരു സാമാന്യ ബോധമുള്ളവർക്ക് ഇത് ചിന്തിച്ചാൽ മനസ്സിലാക്കാന്നേ ഉള്ളൂ. കട്ട് ചെയ്തു. കാരണം ഇവിടെ പണിക്കാർ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് തിരിച്ച് തെറി പറയാൻ അറിയാമെന്നിട്ടൊന്നുമല്ല. പക്ഷെ നമ്മുടെ ഒരു സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നു, പണിക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. പക്ഷേ ഇതൊരു പെയ്ഡ് തന്നെയാണ്. ഇതൊരു വേറൊരു വിധത്തിലുള്ള ഒരു കൊട്ടേഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയ വഴി നമ്മളെ കുറേ പേര് തെറി വിളിക്കുന്നു. അതിന് പുറമെ ഇപ്പോൾ ഇത് വേറൊരു രീതിയിലുള്ള ഒരു കൊട്ടേഷനാണെന്ന്. എൻ്റെ ബോധവും വിവരവും ഇല്ലാത്ത ഇവിടെ വെള്ളമടിച്ച് കറങ്ങി നടക്കുന്നവന്മാർ ചെയ്യുന്ന കുറച്ച് പരിപാടിയാണ് ഇതൊക്കെ. ഇതൊന്നും ഒരു വലിയൊരു സംഭവമായിട്ട് എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ ഭാഗ്യലക്ഷ്മിക്ക് ഇത് കംപ്ലയിൻറ്റ് കൊടുക്കാം. കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അവനെയൊക്കെ വിളിച്ച് വരുത്താം. ഇവിടെ നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതൊക്കെ സത്യം പറഞ്ഞ ഒരു വലിയൊരു സംഭവമാക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന എല്ലാവർക്കും കിട്ടുന്നൊരു പരിപാടിയാണ്. പ്രത്യേകിച്ച് നമുക്ക് യൂട്യൂബേഴ്സിൻ്റെ കാര്യം എടുക്കാം. മിക്ക ദിവസങ്ങളിൽ ഇതിനൊക്കെ ചീത്തവിളിയായിട്ട് ഇൻബോക്സിൽ മെസ്സേജുകൾ വരാറുണ്ട്. ഫേസ്ബുക്കിലായിക്കോട്ടെ, ഇൻസ്റ്റയിലായിക്കോട്ടെ. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഒരു ഫീൽഡിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നല്ല വൃത്തിയായിട്ട് അറിയാമല്ലോ. കാര്യം നിങ്ങൾക്ക് ഇന്നും ഇന്നലെ ആയിരിക്കത്തില്ല മേ ബി ഇങ്ങനെയുള്ള കോൾസ് ഒക്കെ വന്നിട്ടുള്ളത്. ആയിട്ട് വിളിച്ചു തുടങ്ങി. തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ മറ്റുള്ളവരൊന്നും അയാൾക്കെതിരെ, സിനിമയിലുള്ള ആരും തന്നെ അയാൾക്കെതിരെ സംസാരിക്കുന്നില്ല. സിനിമയിൽ നിന്ന് ഞാൻ മാത്രമാണ് അയാൾക്കെതിരെ സംസാരിക്കുന്നത്. അപ്പോൾ അതെന്തിനാണ്? കോടതി വെറുതെ വിട്ട ഒരാളെ പറ്റിയിട്ട് വന്നിരുന്നിട്ട് അനാവശ്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ കോടതി വിധിയെപ്പോലും നിങ്ങൾ മാനിക്കാതെ വന്നിരുന്ന് സംസാരിക്കുമല്ലോ. അതായത് ഡിസ്റെസ്പെക്റ്റ് ചെയ്യുമല്ലേ? അതിനെ പറ്റിയിട്ട് ഒന്നും പറയണ്ട. അത് മാത്രമല്ല, ഇവിടെ ഭാഗ്യലക്ഷ്മിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. വേടനെ കോടതി വെറുതെ വിട്ടതാണ്. വേടൻ്റെ കേസിൽ പോലും കോടതി ചോദിച്ചു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലല്ലേ എല്ലാം നടന്നതെന്ന് ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതേ കോടതി തന്നെയല്ലേ ഇവിടെ ദിലീപിനെ വെറുതെ വിട്ടത്? അതിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളൊന്നും സംസാരിക്കാത്തത്? ഇത് നിങ്ങൾ കംപ്ലീറ്റ്ലി കോടതി വിധിയെ ആക്ഷേപിക്കുകയാണ്. അങ്ങനെയാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നത്. മറ്റാരെയും സാധാരണക്കാരാണ് അവളോടൊപ്പം നിൽക്കുന്ന മുഴുവനും. അപ്പോൾ സാധാരണക്കാരെയൊന്നും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ ഞാൻ ഈ ഭീഷണിക്കൊന്നും വഴങ്ങില്ല. അങ്ങനെ വരട്ടെ, വരുമ്പോൾ നോക്കാം. അതുകൊണ്ടൊന്നും അങ്ങനെ തളർത്താനൊന്നും പറ്റില്ല. പരാതി ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളെല്ലാവരും വന്നത്.
വാസ്തവത്തിൽ ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ദിലീപ് കൊണ്ടുവന്ന് കേസ് കൊടുക്കണം. അതാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. കാര്യം ഇല്ലാത്ത കാര്യങ്ങളിൽ ദിലീപിനെ വലിച്ച് ഡ്രാഗ് ചെയ്തിടുക എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം ചെറ്റത്തരമാണ്. ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദിലീപിന് അഗേൻസ്റ്റ് തെളിവുകൾ ഉണ്ടെങ്കിൽ, ഈ പറയുന്ന നമ്മളെല്ലാവർക്കും വന്ന് ദിലീപിന് അഗേൻസ്റ്റ് ആയിട്ട് വീഡിയോയും ചെയ്യാം, യാതൊരുവിധ പ്രശ്നവുമില്ല. ഇത് കോടതി വെറുതെ വിട്ടൊരു മനുഷ്യനാണ്. എന്നിട്ട് പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു ഭീഷണിയുടെ കാര്യം വരെ വളച്ചൊടിച്ച് അയാളുടെ പെടലിക്ക് കൊണ്ടുവന്നിടുവാണ്. അയാൾ ഈ ഒരു പടമൊക്കെ ഇറങ്ങി ഇങ്ങനെ അയാളുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്ന സമയത്ത് ഇതിനാണ് ഈ ഒരു സാധനം പുള്ളിയായിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ സിനിമയിലുള്ള ഒരു മനുഷ്യരും അയാൾക്കെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നു. അവരെല്ലാവരും വന്ന് പറഞ്ഞു എന്തുവാ, കോടതി പുള്ളിയെ വെറുതെ വിട്ടില്ല, പിന്നെ ഞങ്ങൾ എന്തോ വന്നിരുന്ന് സംസാരിക്കേണ്ടത്, കോടതി വിധിയല്ലേ നമ്മൾ മാനിക്കേണ്ടത്, അങ്ങനല്ലേ പറഞ്ഞത്. ഇവിടെ ശരിക്കും പറഞ്ഞ ഭാഗ്യലക്ഷ്മി എന്താണ് ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞ ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന അതിജീവിതയ്ക്ക് നീതി മേടിച്ചു കൊടുക്കാൻ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ ആ ജയിലിൽ കിടക്കുന്ന കുറേ എണ്ണത്തിന് ജീവപര്യന്തം മേടിച്ചു കൊടുക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. അതിനെ പറ്റിയിട്ട് ഒരു മനുഷ്യർക്കും വന്ന് ഒന്നും പറയണ്ട. പൾസർ സുനിയെ വെറുതെ വിട്ടാലും കുഴപ്പമില്ല, ദിലീപിനെ അകത്താക്കണം. എനിക്ക് ഈ പരാതി കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ ഒരുപാട് സൈബർ പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല. ആകെ വിജയ് പി നായരുടെ ഒരു വിഷയത്തിൽ മാത്രമേ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി നമ്മൾ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഒരു 7-8 മാസം മുമ്പ് എനിക്കൊരു ഭീഷണി കോൾ വന്നു, അതിനെതിരെ അപ്പോൾ ആദ്യമായിട്ടല്ല കേട്ടല്ലേ, മുന്നേ വന്നിട്ടുണ്ട്. ഇത് തന്നെ ഞാൻ പറഞ്ഞത്, ഇത് സ്ഥിരമായിട്ട് എല്ലാവർക്കും വരുന്നതാണ്. ഇതൊരു വലിയ സംഭവമായിട്ട് വന്നിരുന്ന് പറയേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരെ കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പോലീസുകാർ വിളിച്ച് ക്ലിയർ ചെയ്യട്ടെ, അവനെ വിളിച്ച് വരുത്തട്ടെ, അതല്ലേ ഇവിടെ ചെയ്യേണ്ടത്. പരാതി കൊടുത്തിട്ട് അവർ പറഞ്ഞു വെസ്റ്റ് ബംഗാളിൽ നിന്ന് എവിടുന്നോ ആയിരുന്നു ആ കോള് വന്നത് എന്ന് പറഞ്ഞു. അതുപോലെ ഇതും ഞാൻ കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി. അതുകൊണ്ട് ഞാൻ പരാതി കൊടുക്കുന്നു. അതിനേക്കാൾ ആളുകൾ അറിയട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ നമ്പർ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇട്ടത്. ഇയാൾ ഫോൺ കട്ട് ചെയ്ത ഉടനെ എനിക്ക് വന്ന കോൾസ് എല്ലാം വിദേശത്ത് നിന്നായിരുന്നു. സൗദി അറേബ്യ, ദമാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പടപടാന്ന് ഇതിൻ്റെ പിന്നാലെ ഇയാൾ കോൾ കട്ട് ചെയ്ത ഉടനെ വന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സംശയം തോന്നിയിട്ട് ഞാനതൊന്ന്, പക്ഷേ അത് ട്രൂ കോളറിൽ എനിക്ക് ഡേഞ്ചർ, ഫ്രോഡ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ കോൾസ് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ പല സ്ഥലങ്ങളിൽ നിന്നും വിളിക്കുന്നതൊന്നുമില്ല. അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ അതിനെ പറ്റിയിട്ട് പറയുന്നില്ല, യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനെതിരെയാണ്, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. പക്ഷേ ഇത് മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്. ഇതിന് ഇന്ന രാജ്യങ്ങളിലും എല്ലായിടത്തുനിന്നും പോയി വിളിക്കണമെന്നൊന്നുമില്ല. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി തന്നെയാണ്. സൈബർ സെല്ല് വിചാരിച്ച് കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ IP അഡ്രസ്സ് ട്രാക്ക് ചെയ്ത് ആളെ കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. അപ്പോൾ അതുകൊണ്ട് അറിയാത്ത കാര്യത്തെ പറ്റിയിട്ടൊന്നും വന്ന് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കോടതി വെറുതെ വിട്ടു. ഇനി നിങ്ങളുടെ മുന്നിലുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയിൽ പോകാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാം. അപ്പീലിന് പോയിട്ടും ഇതുപോലെ ദിലീപിനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ വന്ന് സംസാരിക്കുമോ? അതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. കാര്യം ആ മനുഷ്യനെതിരെ യാതൊരുവിധ തെളിവുമില്ല. എന്നിട്ട് കോടതി ആ മനുഷ്യനെ വെറുതെ വിട്ട്, എന്നിട്ട് ഇപ്പോഴും വന്നിരുന്ന കുറേ എണ്ണം അയാളെ പടം ബഹിഷ്കരിക്കാൻ നടക്കുന്നു. പിന്നെ ഇപ്പം നമ്മുടെ ഭീഷണി കോള്, എന്തൊക്കെ പരിപാടികളാണ് ഈ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ പറയുന്നത് പെൺകുട്ടിക്ക് നീതി മേടിച്ച് കൊടുക്കണം എന്നുള്ള രീതി തന്നെയാണ് ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെ എല്ലാ യൂട്യൂബേഴ്സും നിൽക്കുന്നത്. പക്ഷേ ഈ കാണിക്കുന്നതൊക്കെ ഭയങ്കര ഓവറായിട്ടാണ് തോന്നുന്നത്. എടുത്തില്ല. തീർച്ചയായിട്ടും അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇന്നല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനൊരു ആക്രമണം നമുക്ക് നേരെ ഉണ്ടാകും എന്ന് ഞാൻ ഭയപ്പെടുന്നു. പക്ഷേ തമാശയായിട്ട് ആൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഫോണിൽ വന്ന് വിളിച്ച് പറഞ്ഞ് അറിയിച്ചിട്ട് വന്ന് ചെയ്യത്തില്ല. ഇതൊക്കെ ചുമ്മാ അല്ല ഓലപ്പാമ്പ് കാണിക്കുക എന്ന് പറയുന്ന കണക്ക് വെറുതെ വിളിച്ച് വരട്ടുവാണ്. അല്ലാതെ ഇതൊക്കെ വന്നിരുന്ന് പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ ചെയ്യൂടെ? എനിക്കെന്തോ ഇത് കേട്ടിട്ട് വലിയ ലോജിക്കായിട്ട് തോന്നില്ല കേട്ടോ. ഇനിയിപ്പം ഭയങ്കരമായിട്ട് അന്ധത ബാധിച്ച മേ ബി ആൾക്കാർ വന്നിരുന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ കമൻറ്റ് ഇടുമായിരിക്കും. നിങ്ങൾ ഇത്തിരി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ആണെങ്കിലും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി അയാൾ തന്നെയാണത്. ഞാൻ ദിലീപ് തന്നെയാണ്. കാരണം കൊട്ടേഷൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൂർണ്ണ ഉത്തരവാദി ദിലീപായിരിക്കുമെന്ന് എങ്ങനെ ഇരിക്കുന്നു? ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇവരുടെ പേരിലൊക്കെ കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുക. ദിലീപ് അതാ ചെയ്യേണ്ടത്. ദിലീപിൻ്റെ അത്യാവശ്യം നല്ല അഡ്വക്കേറ്റ് ആണല്ലോ. ദിലീപിൻ്റെ ആ അഡ്വക്കേറ്റിനെ വെച്ചിട്ട് ഇവരുടെ പേര് കംപ്ലയിൻറ്റ് കൊടുക്കുക. കാര്യം ഇല്ലാത്ത കാര്യങ്ങൾ ഒരാളുടെ പെടലേക്ക് കൊണ്ടുവന്ന് ഇടുന്നത് അത്ര ശരിയുള്ള ഏർപ്പാടൊന്നും അല്ല. ഇവിടെ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത്? വെള്ളരിക്കപ്പെട്ടണോ? ദിലീപിനെ കോടതി വെറുതെ വിട്ട് കൂട്ടത്തോടെ വന്നിരുന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വന്നിരുന്ന് ഉണ്ടാക്കി പറയാം. കാര്യം കോടതി വെറുതെ വിട്ട് ഇനി വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം ഇല്ലാത്ത കാര്യങ്ങൾ ആ ഒരു മനുഷ്യനെ തലയിലോട്ട് അടിച്ച് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അത് എനിക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് നമ്മളെല്ലാവരും വന്ന് ഈ പറഞ്ഞ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നിരുന്ന് സംസാരിക്കുന്നത്. പക്ഷേ ഇതൊരുമാതിരി ഇല്ല
ഇവർ കംപ്ലീറ്റ്ലി ഈ ട്രാക്ക് മാറ്റിക്കൊണ്ട് പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കണ്ടില്ലേ, ബബ്ബപ്പ മൂവി കാണാൻ പോകത്തില്ല, എന്നിട്ട് ബബ്ബപ്പ മൂവിയുടെ പോസ്റ്റർ ചെയ്ത മോഹൻലാലിനെ എതിരെ സംസാരിക്കുന്നു. എന്നാൽ ഇതേ വ്യക്തി തന്നെയാണ് രാമലീല എന്ന് പറയുന്ന പടത്തിന് ഡബ് ചെയ്തത്. എന്നിട്ട് രാമലീല പടം നിങ്ങൾ കാണാൻ പോകുമെന്ന് ചാനൽ ചർച്ച ചോദിക്കുന്ന സമയത്ത് ഇവരെടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ പടം കാണാൻ പോകും, അതിനെന്താ പ്രശ്നമെന്ന്. ഇങ്ങനെയൊക്കെയുള്ള നിലപാടുള്ള വ്യക്തിയാണിത്. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. കൊടുക്കാൻ വളരെ മിടുക്കനായതുകൊണ്ട് തന്നെ, അതിൽ നിന്ന് ഊരിപ്പോരാനും വളരെ മിടുക്കനായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതങ്ങനെ തന്നെയാണ് കരുതുന്നത്. അതല്ലെങ്കിൽ അയാൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി വന്ന അയാൾ ഓപ്പണായിട്ട് മാധ്യമങ്ങളുടെ മുൻപിൽ വെച്ച് അയാൾ പറയണം. അയാൾക്ക് വേണ്ടി ഈ പെയ്ഡ് PR വർക്ക് നടത്തുന്നവരോട് അയാൾ പറയണം ഓപ്പണായിട്ട്, എനിക്ക് വേണ്ടി ദയവ് ഇത് എന്നെ ഉപദ്രവിക്കുക, ഇതിപ്പോൾ ഒന്നും നമുക്ക് ആർക്കും ഒരു പൈസ തന്നിട്ടില്ല ഉള്ള കാര്യം പറയാമല്ലോ. ഈ സോഷ്യൽ മീഡിയയിൽ എന്താ നടക്കുന്നതെന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളിത് എല്ലാം PR-ന്റെ തലയിലോട്ട് കൊണ്ടുവന്ന് ഇടാതിരിക്കുക. ഈ സിനിമയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് PR-ഉം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. ഈ ബബ്ബപ്പയുടെ കാര്യമൊക്കെ ഉണ്ടല്ലോ, അനാവശ്യമായിട്ട് കുറേ പേര് വന്നിരുന്ന് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ഉള്ള കാര്യം പറയാമല്ലോ. പല കമൻറ്റ് സെക്ഷനൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ആ പടം ഞാൻ കണ്ടതാണ്, എനിക്ക് ഒരു രീതിയിലും വർക്കായില്ല. ആ ഒരു മനുഷ്യൻ എന്തിനും ഈ ഒരു പടത്തിൽ പോയി അഭിനയിച്ചു എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആകെപ്പാടെ കൊള്ളാവുന്ന കുറച്ച് സീൻസ് എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ സീനാണ്, അല്ലാതെ വേറെ യാതൊരു വകയില്ല ആ ഒരു സിനിമയ്ക്കകത്ത്. അതൊക്കെ ഞാൻ അംഗീകരിക്കാം. പക്ഷെ അനാവശ്യമായിട്ട് ആ ഒരു മനുഷ്യൻ്റെ പേരിൽ ഇല്ലാത്ത കഥ ചമയുന്നത് അത്ര ശരിയുള്ള ഏർപ്പാടല്ല. എന്നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന അയാൾ ഇറക്കാത്തിടത്തോളം കാലം ഇത് അയാൾ തന്നെയാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ദിലീപിൻ്റെ സിനിമയ്ക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടേയില്ല. അത് എൻ്റെ പേരിൽ ആരോ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. ആ പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ പോലീസിന് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ പോസ്റ്റല്ല, എൻ്റെ പടം വെച്ച് ആരോ ഇടുന്ന ഒരു പോസ്റ്റാണ്. ഞാനത് വളരെ വ്യക്തമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുമുണ്ട്. എനിക്കൊരാളോട് ദിലീപിന്റെ മൂവിക്കെതിരെ നിങ്ങൾ പോസ്റ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടൊന്നുമില്ല, പക്ഷേ പബ്ലിക്കിന്റെ മുന്നിൽ വന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടായിരുന്നു. അതായത് മീഡിയാസിന്റെ മുന്നിൽ മോഹൻലാലിനെ ഉൾപ്പെടെ വന്നിരുന്നിട്ട് ആക്ഷേപിക്കുന്ന രീതിയിൽ ഒരു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് വെച്ചിട്ടാണ് നമ്മളെല്ലാവരും റിയാക്ട് ചെയ്തത്. സംസാരിക്കണമെങ്കിൽ ഞാൻ സംസാരിക്കും. അത് സംസാരിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല. അതെനിക്ക് വേറൊരാൾ എൻ്റെ മുഖം വെച്ച് സംസാരിക്കണ്ട എന്ന് ഞാൻ ഒരു മറുപടി പോസ്റ്റും ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ പോസ്റ്റ് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പോലീസിന് പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറച്ചു മുമ്പ് എനിക്ക് അതിന് ആ പരാതി കിട്ടി എന്ന് പറഞ്ഞു. ഒരുപാട് പരാതികളായി. ഭാഗ്യലക്ഷ്മിയുടെ പരാതി നോക്കാനേ കേരള പോലീസിന് സമയം കാണത്തുള്ളൂ. ഓക്കെ, എന്തായാലും ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എന്തായാലും എന്തെങ്കിലും ഇച്ചിരി കാര്യമുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. നമ്മുടെ അതിജീവിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ അതിവിടെ വായിച്ചു തരാം. ഞാൻ ചെയ്ത തെറ്റ്, എനിക്കെതിരെ ഒരു ആക്രമണം നടന്നപ്പോൾ അത് അപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത്, നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയത്, അന്നേ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഇത് എന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്ത് പറയണം എന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു. 20 വർഷം ശിക്ഷയ്ക്ക് വിധിച്ച ജയിലിൽ പോയ രണ്ടാം പ്രതി പോകുന്നതിന് മുൻപ് ഒരു വീഡിയോ എടുത്തത് കണ്ടു. അതിൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തത് എന്നുകൂടി പറയാമായിരുന്നു. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോട് പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ. നോട്ട് എ വിക്ടിം, നോട്ട് എ സർവൈവർ, ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീങ്, ലെറ്റ് മീ ലീവ്. പുള്ളിക്കാരത്തി പറയുന്നതിനകത്ത് അർത്ഥമുണ്ട്, ഉള്ള കാര്യം പറയാമല്ലോ. പ്രത്യേകിച്ച് ഈ പറയുന്ന ശിക്ഷയുടെ കേസ് തന്നെ ഞാൻ പറയാം. ഇത്രയും ചെറ്റത്തരം കാണിച്ച ഈ നാറികൾക്ക് ഒരു ജീവപര്യന്തം പോലും കൊടുത്തിട്ടില്ല. കാര്യം നിങ്ങൾ ആ ജഡ്ജ്മെൻറ്റ് വായിച്ച് നോക്കണം. ഈ പുള്ളിക്കാരത്തിയോടെ കാണിച്ച ക്രൂരതകളുണ്ട്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് പറയാൻ പറ്റത്തില്ല. ശരിക്കും നമ്മുടെ നാട്ടിൽ ഈ ഒരു നിയമമായിപ്പോയി. വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇവനൊന്നും ഒന്ന് ജീവനോടെ കാണത്തില്ലായിരുന്നു. കാര്യം അമ്മാതിരി തെണ്ടിത്തരമാണ് ഇവനൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മാർട്ടിൻ്റെ കേസ് പറയുന്നു. ഞാൻ മാർട്ടിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തില്ലായിരുന്നു. യാതൊരുവിധ ലോജിക്കും ഇല്ലാത്ത കാര്യമാണ് ഈ മാർട്ടിൻ വന്നിരുന്ന് പറയുന്നത്. കേൾക്കുന്ന ഏത് കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കള്ളക്കഥയാണ് പറയുന്നതെന്ന്. എന്തായാലും പുള്ളിക്കാരത്തിയുടെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര അതിഭീകരമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു പെൺകുട്ടി അനുഭവിക്കുന്നതിൻ്റെ മാക്സിമം ആയി. കാര്യം ഇവരായതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. വേറെ വല്ലവരും ആണെങ്കിൽ എപ്പോഴേ ആത്മഹത്യ ചെയ്യുന്നതെന്നറിയും. കാര്യം ഒരു മനുഷ്യർക്കും അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരത്തി ഇത്രയും പിടിച്ച് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എന്തായാലും പുള്ളിക്കാരത്തിക്ക് നീതി കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കാര്യം ഈ പറയുന്ന ദിലീപ് ഉൾപ്പെടെ തന്നെ ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. പക്ഷേ ദിലീപിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാലിഡ് തെളിവുകൾ വേണം. തെളിവുകളില്ലാത്ത പക്ഷേ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോടതിക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ നാട്ടിലെ നിയമം ഇങ്ങനെയാണ്. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി ബോധത്തോടു കൂടി സംസാരിക്കും. പിന്നെ ഭാഗ്യലക്ഷ്മി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്തോട് ഞാൻ യോജിക്കത്തൊന്നുമില്ല. ഇതൊക്കെ ഭയങ്കര ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ പറയുന്ന പെൺകുട്ടിയെ ഒരുപാട് പേര് വളരെ ജെനുവനായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരുമാതിരി ഇല്ല
എനിക്കൊരു 19 സെക്കൻഡ് ഭീഷണി കോൾ വന്നു, അത് ദിലീപ് ചെയ്യിപ്പിച്ചതാ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ദിലീപാണ് കാരണം എന്നൊക്കെ വന്ന് പറയുന്നത് ഫൂളിഷ്നെസ് ആയിട്ടാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഞാൻ ഈ പറയുന്നതിനകത്തോട്ട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ കമൻറ്റ് ചെയ്യുക.